അല്ല ഹായ് ഫ്രണ്ട്സ്. അപ്പൊ അങ്ങനെ കുട്ടന്റെ സിനിഗാമി എന്നുള്ള സിനിമ കണ്ടു. സിനിമയിലാണെങ്കിൽ ജാഫർ ഇടുക്കി, ഇന്ദ്രൻസ് ഒക്കെയാണ് മെയിൻ റോളിലുള്ളത്. സിനിമയുടെ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞിട്ട് കാലം വന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന ആ സമയത്ത് കുറച്ച് അങ്ങനെ ഒരു സ്റ്റോറിയാണ്, ഒരു ഫാന്റസി സ്റ്റോറിയാണ്. എനിക്ക് പൊതുവെ ഇങ്ങനത്തെ ആ ഒരു ഫാന്റസി സിനിമകൾ പിന്നെ ഈ കൊച്ചു സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ഈ പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സിനിമ ചുമ്മാ ആകെ 1.25 മണിക്കൂർ അങ്ങാണ്ടേ ഉള്ളൂ. സിനിമ അത് ഇട്ടങ്ങ് വലിപ്പിക്കുവാണ്. 1.25 മണിക്കൂർ എന്ന് പറഞ്ഞാലും സിനിമ അങ്ങോട്ട് തീരുന്നില്ല. കണ്ടിട്ടും തീരാത്ത ഒരു ഫീലാണ് നമുക്ക് കിട്ടിയത്. പിന്നെ ആണെങ്കിൽ ക്യാരക്ടേഴ്സ് റോള് എല്ലാം കണ്ട് ക്യാരക്ടറാണ്. ഇന്ദ്രൻസിന്റെ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് കാലന്റെ റോളാണ്. പക്ഷെങ്കില് എന്താ പറയാ, കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു ടിപ്പിക്കൽ റോൾസ് ഉണ്ടല്ലോ, അതായത് നന്മയുള്ളിയുടെ റോള്, അങ്ങനെ ഒരു കാലനാണ്, നന്മ നിറഞ്ഞൊരു കാലൻ. അങ്ങനെ മൊത്തത്തിൽ സിനിമ പറയുവാണെങ്കിൽ ഒരു സുഖമില്ല. മൊത്തത്തിൽ അങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കാനെ കൊണ്ട് ഒരു സുഖമില്ല. പിന്നെ ക്ലൈമാക്സോട് അടുക്കുമ്പോഴത്തേക്കും ഒരു ട്വിസ്റ്റ്, അത് വേണമെങ്കിൽ പ്രതീക്ഷിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെങ്കിൽ അതും കണക്കായിരുന്നു. ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ, എല്ലാം കണക്കാണ്. സിനിമ മൊത്തത്തിൽ വരുമ്പോഴത്തേക്കും ഒരു സുഖമില്ലാത്തൊരു സിനിമയായി പോയി മൊത്തത്തില് സിനിമയുടെ ഇത്. പിന്നാണെങ്കിൽ ജാഫർ ഇടുക്കിയുടെ കൂട്ടുകാരനായിട്ട് അഭിനയിച്ച ഒരു പുള്ളിയുണ്ട്. പുള്ളിയെ പറ്റിയാണെങ്കിൽ ജാഫർ ഇടുക്കി പറയുന്നുമുണ്ട് പുള്ളിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല. അങ്ങനെയൊക്കെയാണ് ഈ ഒരു സിനിമ കുട്ടന്റെ ഷിനിഗാമി എന്നുള്ളത്. അപ്പം ശരി ഫ്രണ്ട്സ്, ആരെങ്കിലും ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.